CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണയിലും മങ്കടയിലും പോലീസ് നടത്തിയ പരിശോധനയിൽ MDMA ലഹരി മരുന്നുമായി യുവതിയടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന 3-അംഗ സംഘത്തെക്കുറിച്ച് ലഭിച്ച വിവരത്തിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ 10 ദിവസത്തെ ഉത്സവം ആറാട്ടു ചടങ്ങുകൾക്കും ചുറ്റമ്പല പ്രദക്ഷിണങ്ങൾക്കും ശേഷം കൊടിയിറങ്ങി. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറെ തീർത്ഥക്കുളത്തിൽ താന്ത്രിക ചടങ്ങുകളോടെയാണ് ശാസ്താവിനെ ആറാടിച്ചത്. കോട്ടപ്പുറം തിരുവളയനാട് കാവിൽ ഭരണി ഉത്സവത്തിന് കൊടിയേറി. തിങ്കളാഴ്ച വൈകിട്ട് കളരിപ്പയറ്റ്, നൃത്തനൃത്യങ്ങൾ, സംഗീത സന്ധ്യ, കാവേറ്റം എന്നിവയ്ക്ക് ശേഷമാണ് കൊടിയേറ്റം നടന്നത്. മാർച്ച് 4-ന് ഭരണിവേല ആഘോഷിക്കും. നിർമ്മാണ മേഖലയും നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളും നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ 27-ന് മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പെരിന്തൽമണ്ണയിലും മങ്കടയിലും പോലീസ് നടത്തിയ പരിശോധനയിൽ MDMA ലഹരി മരുന്നുമായി യുവതിയടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന 3-അംഗ സംഘത്തെക്കുറിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മണ്ണാർക്കാട് കോട്ടപ്പുറം സ്വദേശി വേങ്ങശ്ശേരി സിദ്ദീഖ്, പുത്തനങ്ങാടി സ്വദേശി തങ്കേത്തിൽ ആഷിഫ്, കായംകുളം സ്വദേശിനി തങ്ങൾ വീട്ടിൽ കിഴക്കേത്തിൽ ഉബ്നാസ് എന്നിവരെയാണ് ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് SI ഷിച്ചോസി തങ്കച്ചൻ അറസ്റ്റ് ചെയ്തത്. മങ്കട സ്റ്റേഷൻ പരിധിയിൽ ഏറാന്തോട് സ്വദേശി ആൽപ്പാറ വീട്ടിൽ ഷിബിയെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും MDMA സഹിതം അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ ടൗണിൽ ഫ്ളാറ്റിൽ നിന്നും 4 ഗ്രാം MDMAയുമായാണ് യുവതിയടക്കം 4 പേരെ പിടികൂടിയത്. മങ്കടയിൽ 2 ഗ്രാമോളം MDMAയാണ് ഷിബിയുടെ ഏറാംതോടുള്ള വീട്ടിൽ നിന്ന് കണ്ടെടുത്തത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ജില്ലയിൽ പല ഭാഗങ്ങളിലേക്കും ഏജന്റുമാർ മുഖേന സിന്തറ്റിക് ലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ ചില കണ്ണികളെക്കുറിച്ച് പോലീസ് സംഘത്തിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. ഇടനിലക്കാരായി നിന്ന് വൻതോതിൽ ലഹരി കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന ഈ സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതിലാണ് ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന 3-അംഗ സംഘത്തെക്കുറിച്ച് രഹസ്യവിവരം ലഭിച്ച് രാത്രിയിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലും പുറത്തുമുള്ള ലഹരി കടത്തു സംഘത്തിൽപ്പെട്ടവരെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPS, പെരിന്തൽമണ്ണ DYSP A. പ്രേംജിത്ത് എന്നിവരുടെ നിർദ്ദേശത്തിൽ മങ്കട ഇൻസ്പെക്ടർ S. അശ്വത്, പെരിന്തൽമണ്ണ SI ഷിച്ചോസി തങ്കച്ചൻ, ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് എന്നിവരാണ് പരിശോധന നടത്തിയത്. CCN പെരിന്തൽമണ്ണ. നിർമ്മാണ മേഖലയും നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളും നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ 27-ന് മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിലവർദ്ധനവ് മെറ്റീരിയലിന്റെ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ കോറികൾ പ്രവർത്തിക്കാനുള്ള പ്രശ്നം, മണൽ വാരൽ നിരോധനത്തിന്റെ പ്രശ്നം, കോറി ഉൽപ്പന്നങ്ങൾ ഇപ്പോ വർദ്ധിപ്പിക്കുന്ന അന്യായമായ വിലവർദ്ധനവ്, ഇതെല്ലാം നിർമ്മാണ മേഖലയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ഇന്ത്യയിലും ആകെ നമ്മളിട്ട് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന മേഖലയാണ് നിർമ്മാണ മേഖല. ആ നിർമ്മാണ മേഖലയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. പലപ്പോഴും ഗവൺമെന്റ് തീരുമാനിച്ചാൽ പോലും ഹരിത ട്രിബ്യൂണലിന്റെ പേര് പറഞ്ഞുകൊണ്ട്, പരിസ്ഥിതി വാദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കോടതിയുടെ ഇടപെടൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ ഉടനെ കോടതിയെ സമീപിക്കുന്ന രീതി.
നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, നിർമ്മാണ മേഖലയിലെ തൊഴിൽ സംരക്ഷിക്കുക, ചെറുകിട ക്വാറികൾക്ക് പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടാക്കുക, മണൽവാരൽ നിരോധനം പിൻവലിക്കുക, ഭാരതപ്പുഴയിൽ നിന്നും ആരംഭിക്കാൻ പോകുന്ന മണൽവാരൽ പ്രവൃത്തിയിൽ മണൽവാരൽ നിരോധനം നിലവിൽ വരുന്നതിന് മുൻപുള്ള അംഗീകൃത മണൽ തൊഴിലാളികൾക്ക് ജോലി നൽകുക, ക്വാറി ഉൽപ്പന്നങ്ങളുടെ അന്യായ വിലവർദ്ധനവ് തടയുക, നിലവിലുള്ള മൈഗ്രേയൽ വർക്കേഴ്സ് ആക്ട് പരിഷ്കരിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. VP സക്കറിയ, C അബ്ദുൽ നാസർ, അബ്ദുൽ ഗഫൂർ, ബഷീർ, റസാഖ്, മുഹമ്മദ് അലി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ 10 ദിവസത്തെ ഉത്സവം ആറാട്ടു ചടങ്ങുകൾക്കും ചുറ്റമ്പല പ്രദക്ഷിണങ്ങൾക്കും ശേഷം കൊടിയിറങ്ങി. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറെ തീർത്ഥക്കുളത്തിൽ താന്ത്രിക ചടങ്ങുകളോടെയാണ് ശാസ്താവിനെ ആറാടിച്ചത്. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും കാർമികരായി. ശാസ്താവിനെ ആറാടിച്ചതോടെ മറ്റു കടവുകളിൽ ഭക്തരും മുങ്ങിക്കുളിച്ചു. ചെർപ്പുളശ്ശേരി ജയവിജയന്മാർ നയിച്ച പാണ്ടിമേളത്തോടെയായിരുന്നു തിരിച്ചെഴുന്നള്ളിപ്പ്. ചെർപ്പുളശ്ശേരി മണികണ്ഠൻ തിടമ്പേന്തി. വാദ്യമേളങ്ങളോടെ 21 പ്രദക്ഷിണവുമുണ്ടായി. പുലർച്ചെ തൃക്കാരമണ്ണ ഭട്ടതിരിപ്പാടിന്റെ പുരാണ പാരായണത്തോടെയായിരുന്നു പള്ളിക്കുറുപ്പുണർത്തിയത്.
രാവിലെ തിറാപൂതൻ കളിയുമുണ്ടായി. CCN ചെർപ്പുളശ്ശേരി. കോട്ടപ്പുറം തിരുവളനാട് കാവിൽ ഭരണി ഉത്സവത്തിന് കൊടിയേറി. തിങ്കളാഴ്ച വൈകിട്ട് കളരിപ്പയറ്റ്, നൃത്തനൃത്യങ്ങൾ, സംഗീത സന്ധ്യ, കാവേറ്റം എന്നിവയ്ക്ക് ശേഷമാണ് കൊടിയേറ്റം നടന്നത്. മാർച്ച് 4-ന് ഭരണിവേല ആഘോഷിക്കും. കോട്ടപ്പുറം തിരുവളയനാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയ്ക്ക് കൊടിയേറി. സുരേഷ് ബാബു ഗുരുക്കളും സംഘവും അവതരിപ്പിച്ച കളരിപ്പയറ്റ് നടന്നു. നെടുമ്പള്ളി രാമോഹനും മീറ രാമോഹനും അവതരിപ്പിച്ച സംഗീത സന്ധ്യയും നടന്നു. 100ഓളം തിറാപൂതൻ സംഘങ്ങളുടെ കാവേറ്റവും ഉണ്ടായി. ഉത്സവകാലത്ത് എല്ലാ ദിവസവും തോൽപ്പാവക്കൂത്ത്, കളംപാട്ട്, സന്ധ്യയ്ക്ക് കലാപരിപാടികൾ എന്നിവ നടക്കും. 26-ന് വൈകിട്ട് 6:30-ന് നൃത്തം, 7:30-ന് തിരുവാതിരക്കളി, 27-ന് വൈകിട്ട് 6:30-ന് നൃത്തം, 7:30-ന് കലാമണ്ഡലം വിഷ്ണുവും സംഘവും അവതരിപ്പിക്കുന്ന തുള്ളൽ ത്രയം, 28-ന് വൈകിട്ട് 6:30-ന് നൃത്തം, 8-ന് സീതാ സ്വയംവരം കഥകളി, മാർച്ച് 1-ന് വൈകുന്നേരം 6 മണിക്ക് പൂജ മനോജ് അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, 8-ന് സംഗീത പരിപാടി, 2-ന് ചെറിയാറാട്ടു ദിവസം വൈകിട്ട് 6:30-ന് ചെണ്ടമേളം അരങ്ങേറ്റം, 8-ന് ഗാനമേള എന്നിവ നടക്കും. 3-ന് വലിയാറാട്ടു ദിവസം രാവിലെ 8-ന് ആനയും പഞ്ചവാദ്യവുമായി ആറാട്ട് നടക്കും. വൈകിട്ട് 3-ന് വലിയാറാട്ട് വേലയെത്തും. രാത്രി 7-ന് പഞ്ചതായമ്പക നടക്കും. ശുകപുരം ദിലീപ്, ജയകല്ലൂർ സതനം ജിതിൻ, രഞ്ജിത്ത് ശുകപുരം മിഥുൻ എന്നിവരാണ് പഞ്ചതായമ്പക അവതരിപ്പിക്കുന്നത്. തിറാപൂതൻ കാളവരവുമുണ്ടാകും. 4-നാണ് ഭരണിവേല. 5-ന് ആറാട്ട്, അരിയേറ് എന്നിവയോടെ കൊടിയിറങ്ങും. CCN കടമ്പഴിപ്പുറം. നെല്ലായ പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയായ പേങ്ങാട്ടിരി സഹോദര കൂട്ടായ്മ 440 കുടുംബങ്ങളിലേക്ക് റംസാനോടനുബന്ധിച്ച് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ സംഘടനാംഗങ്ങൾ പങ്കെടുത്തു. കഴിഞ്ഞ 12 വർഷമായി അബുദാബി കേന്ദ്രമായി GCCയിലും നാട്ടിലും പ്രവർത്തിക്കുന്ന നെല്ലായ പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയായ പേങ്ങാട്ടിരി സഹോദര കൂട്ടായ്മയാണ് കിറ്റുകൾ നൽകിയത്. പഞ്ചായത്തിലെ നിർധനരായ 440 കുടുംബങ്ങളിലേക്ക് റംസാനോടനുബന്ധിച്ച് ഭക്ഷ്യവിതരണ കിറ്റുകൾ നൽകി. CCN ചെർപ്പുളശ്ശേരി. നളന്തൻ എന്ന വി ഗോപികൃഷ്ണന്റെ കവിതാസമാഹാരമായ ഭൂതാടനം പുസ്തകത്തിന്റെ പ്രകാശനം അടയ്ക്കാപുത്തൂർ നളന്തയിൽ നടത്തി. കിള്ളിമംഗലം കുഞ്ചുവാസുദേവൻ നമ്പൂതിരിപ്പാട് പുസ്തക പ്രകാശനം നിർവഹിച്ചു. നളന്തന്റെ പിതാവും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനുമായിരുന്ന P. രാജൻ മേനോൻ കൈമാറിയ കവിതാ സമാഹാരം ഐവർമഠം രമേശ് കോരപ്പത്ത് ഏറ്റുവാങ്ങി.
കവിയും എഴുത്തുകാരനുമായ ടി.ജി. നിരഞ്ജൻ പുസ്തക പരിചയം നടത്തി. രാധാലക്ഷ്മി, കെ.ആർ. വേണുഗോപാലൻ, ബിജുമോൻ പന്തിരിക്കുലം, ഡോക്ടർ കെ. അജിത് എന്നിവർ ആശംസകളേകി. വി. ഗോപികൃഷ്ണൻ മറുമൊഴി നൽകി. പി. രാംകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി. രാജശേഖരൻ സ്വാഗതവും റോസ് കുമാർ നന്ദിയും പറഞ്ഞു. അടയ്ക്കാപുത്തൂർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബായിരുന്നു പരിപാടിയുടെ സംഘാടനം. CCN ചെറുപ്പുളശ്ശേരി. ആലിപ്പറമ്പ് വാഴയങ്കട നോർത്ത് KNMA MUP സ്കൂൾ 85 വാർഷികാഘോഷവും 33 വർഷ സേവനത്തിനു ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കെ. ഇന്ദിര ടീച്ചർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശുന്ന തരത്തിലേക്ക് ഈ വിദ്യാലയത്തെ മാറ്റുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള മാടാല മുഹമ്മദ് അലി പലതവണയും ഈ സ്കൂളിന്റെ പല പരിപാടികളിലും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേക സാഹചര്യത്തിൽ അതിന് എത്തിച്ചേരാൻ കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് തന്നെ എത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ഇത്ര നാട്ടുകാരുടെ ഒരു പിന്തുണ, ഇതിനേക്കാൾ വലിയൊരു കാര്യവും ഈ വിദ്യാലയത്തിൽ ലഭിക്കാനില്ല എന്നാണ് ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആരെയും പ്രസംഗമല്ല എന്ന് നല്ല ബോധമുണ്ട്. കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഒരുങ്ങി ഡ്രസ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ സീനിയർ ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ, മാനേജ്മെന്റ് പ്രതിനിധികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പൊ കാണേണ്ട പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ സർഗാത്മകമായ പ്രകടനങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ വിസ്മയിച്ചു പോകും. നമ്മൾ ഈ നാട്ടിൻപുറത്തെ സ്കൂളുകളിൽ നിന്ന് വളർന്നു വരുന്ന കലാതാരങ്ങളെ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. നമ്മുടെ മക്കളെ എത്ര മനോഹരമായിട്ടാണ് ഈ വിദ്യാലയത്തിലെ ടീച്ചർമാർ അണിയിച്ചൊരുക്കി വളരെ മനോഹരമായി നടനകലയിലും അതുപോലെ തന്നെ നൃത്തകലയിലും ഒക്കെ അഭ്യസിപ്പിച്ച് നമുക്ക് മുമ്പിൽ ഇങ്ങനെ കലാതാരങ്ങളാക്കി മാറ്റുന്ന ടീച്ചർമാർക്ക് നല്ലൊരു കയ്യടി കൊടുക്കണ്ടേ നമുക്ക്? കലാതരംഗ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ PT മുബാറക് അലി അധ്യക്ഷനായി. പെരിന്തൽമണ്ണ ഉപജില്ലാ ഓഫീസർ KT കുഞ്ഞുമൊയ്തു, പ്രധാന അധ്യാപകൻ KT അബൂബക്കർ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ എന്നിവർ പ്രസംഗിച്ചു. അംഗൻവാടി ഫസ്റ്റ് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ എന്നിവയും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ഇന്ദിര ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണവും LSS പരീക്ഷയിൽ വിജയിച്ചവർക്കും വിവിധ മേളകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുമുള്ള സമ്മാന വിതരണവും നടത്തി. CCN ചത്തല്ലൂർ. കോട്ടപ്പാടം ഈസ്റ്റ് വേങ്ങ ALP സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 100ാം വാർഷികാഘോഷത്തിന്റെ സമാപനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി. പ്രീത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ M. കൃഷ്ണദാസ്, PM. മധു എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണം മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P. കുഞ്ഞുമുഹമ്മദ് നിർവഹിച്ചു. പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ 3D ലോഞ്ചിംഗ് മാനേജർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. പ്രശസ്ത സിനിമാ താരം ദേവനന്ദ മുഖ്യാതിഥിയായിരുന്നു. വിവിധ ക്ലാസുകളിലെ കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. CCN മണ്ണാർക്കാട്. മലപ്പുറം CH സെന്റർ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് കേന്ദ്രത്തിന്റെ 3ാം വാർഷികാഘോഷം 26, 27, 28 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബുധനാഴ്ച രാവിലെ 8-ന് സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പോടെ പരിപാടിക്ക് തുടക്കമാകും. 2019, 18, 19
കൊറോണയും പിന്നെ അതുപോലെ പ്രളയവും വന്നപ്പോൾ നമുക്ക് ആ സമയത്ത് തുടങ്ങാൻ പറ്റി. 2022 ഫസ്റ്റാണ് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ആ ഡയാലിസിസ് സെൻ്ററിൻ്റെ 3-ാം വർഷം ഈ 26, 27, 28 3 ദിവസങ്ങളിലായിട്ട് നടത്തുന്നത്. ഇപ്പോൾ അവിടെ 127 പേർക്കാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ലാബ്, ഫാർമസി, മെഡിക്കൽ എയ്ഡ് സെൻ്റർ, നൈറ്റ് എമർജൻസി പാലിയേറ്റീവ് എന്നിവയും ഇതിൻ്റെ കീഴിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. KMCC പ്രവാസി കുടുംബ സംഗമം, PTH വോളണ്ടിയേഴ്സ് ആൻഡ് വനിതാ സംഗമം എന്നിവയും 27 രാവിലെ 9 ഡയാലിസിസ് ചെയ്യുന്നവരുടെ ബന്ധുക്കളും ഡയാലിസിസ് കേന്ദ്രത്തിലെ ജീവനക്കാരുടെ കുടുംബവും പങ്കെടുക്കുന്ന കുടുംബ സംഗമവും നടക്കും. രാത്രി 7 CH സെന്റർ സപ്പോർട്ടേഴ്സ് മീറ്റ് നടക്കും. 28 രാത്രി നടക്കുന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ ക്യാമ്പ് ജില്ലാ കളക്ടർ PR വിനോദ് ഉദ്ഘാടനം ചെയ്യും. 3 വർഷം മുൻപ് ആരംഭിച്ച ഡയാലിസിസ് കേന്ദ്രത്തിൽ ഇപ്പോൾ 127 രോഗികൾ ഡയാലിസിസ് ചെയ്തു വരുന്നു. ലാബ്, ഫാർമസി, മെഡിക്കൽ എയ്ഡ് സെന്റർ, നൈറ്റ് എമർജൻസി പാലിയേറ്റീവ് എന്നിവയും കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ P. ഉബൈദുള്ള MLA, കൊന്നോല യൂസഫ്, PA സലാം, വൈസ് പ്രസിഡന്റ് MP മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. CCN മലപ്പുറം. കോൽക്കളിയെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തിൽ ഗുരുക്കന്മാരുടെ സംഗമവും സെമിനാറും 27 കാലിക്കറ്റ് സർവകലാശാലയിലെ CH മുഹമ്മദ് കോയ ചെയർ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോൽക്കളി ഗുരുക്കന്മാരുടെ കൂട്ടായ്മ ഒന്നുകൂടി ശക്തിപ്പെടുത്തുക, അതുപോലെ കോൽക്കളി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കുക, പരിശീലകർക്ക് അതിനുള്ള അവസരം സാധ്യമാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. അതുപോലെ കോൽക്കളിയിൽ ഒരു പുരുഷാധിപത്യ സ്വഭാവം ഉണ്ട്, അത് പെൺകുട്ടികൾക്കും അതിനെ സാധ്യമാക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന 27-ാം തീയതി യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പ്രമുഖ പണ്ഡിതന്മാർ, ഫോക്ലോർ രംഗത്തെ ആളുകളൊക്കെ പങ്കെടുക്കുന്ന ക്ലാസ്സുകളുണ്ട്, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ മുതിർന്ന ഗുരുക്കന്മാർ ആദരിക്കുന്നുണ്ട് ഈ മേഖലയിലുള്ള. നാഷണൽ കോൽക്കളി അക്കാദമിയും കാലിക്കറ്റ് സർവകലാശാലയിലെ CH മുഹമ്മദ് കോയ ചെയറും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 പരിപാടി ഡോക്ടർ ഗോവിന്ദവർമ്മ രാജ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ കോൽക്കളി പരിശീലന മേഖലയിലെ പ്രമുഖ കലാകാരന്മാരും പരിപാടിയിൽ സംബന്ധിക്കും. സെമിനാറിൽ നൂറുൽ ഹസൻ, ഗോവിന്ദവർമ്മ രാജ, അബ്ദുൽ റഹ്മാൻ കൊടുവള്ളി, അബ്ദുള്ള മാളിയേക്കൽ തുടങ്ങിയവർ വിഷയാവതരണം നടത്തും. കോൽക്കളിയിലെ മുതിർന്ന ഗുരുക്കന്മാരെ ആദരിക്കുകയും കേരള സർക്കാരിന്റെ ഫെലോഷിപ്പ് നേടിയ കലാകാരന്മാരെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്യും. കോൽക്കളിയുടെ വൈവിധ്യവും ആധുനിക സാധ്യതകളും ചർച്ച ചെയ്യുന്നതിനുള്ള വേദിയായിരിക്കും ഈ സംഗമം. വിവിധ പ്രദേശങ്ങളിലെ കോൽക്കളി കലാകാരന്മാരെ ഒന്നിപ്പിക്കുക, ഘടനാപരമായ പരിശീലനം നൽകുക, സാംസ്കാരിക സംരക്ഷണം ഉറപ്പാക്കുക, ആഗോളതലത്തിൽ കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കുക, നൂതനമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നിവയാണ് ദേശീയ കോൽക്കളി അക്കാദമിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. വാർത്താ സമ്മേളനത്തിൽ യാസിർ കുരിക്കൽ, അസീസ് മണമൽ എടരിക്കോട്, അബ്ദുറഹ്മാൻ കൊടുവള്ളി എന്നിവർ സംബന്ധിച്ചു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണയിലും മങ്കടയിലും പോലീസ് നടത്തിയ പരിശോധനയിൽ MDMA ലഹരി മരുന്നുമായി യുവതിയടക്കം 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഡംബര ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന 3 അംഗ സംഘത്തെക്കുറിച്ച് ലഭിച്ച വിവരത്തിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ 10 ദിവസത്തെ ഉത്സവം ആറാട്ടു ചടങ്ങുകൾക്കും ചുറ്റമ്പല പ്രദക്ഷിണങ്ങൾക്കും ശേഷം കൊടിയിറങ്ങി. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പടിഞ്ഞാറെ തീർത്ഥക്കുളത്തിൽ താന്ത്രിക ചടങ്ങുകളോടെയാണ് ശാസ്താവിനെ ആറാടിച്ചത്. കോട്ടപ്പുറം തിരുവളയനാട് കാവിൽ ഭരണി ഉത്സവത്തിന് കൊടിയേറി. തിങ്കളാഴ്ച വൈകിട്ട് കളരിപ്പയറ്റ്, നൃത്തനൃത്യങ്ങൾ, സംഗീത സന്ധ്യ, കാവേറ്റം എന്നിവയ്ക്ക് ശേഷമാണ് കൊടിയേറ്റം നടന്നത്. മാർച്ച് 4 ഭരണിവേല ആഘോഷിക്കും. നിർമ്മാണ മേഖലയും നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളും നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ 27 മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.
CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.